ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഓണം എക്സാമിന് വന്നേക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിനുള്ളത്. അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ തേർഡ് ആൻഡ് ഫോർത്ത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ തന്നിരിക്കുന്ന ഈ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മുൻ വീഡിയോസുകളിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ? ആൻസർ, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. സെക്കൻഡ് വൺ, വെൻ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കം ഇൻ ടു ഫോഴ്സ്? മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. വെൻ ഡിഡ് ഇന്ത്യ ബിക്കം റിപ്പബ്ലിക്? ആൻസർ, 26th January 1950. തേർഡ് വൺ, ഹു ഈസ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? Answer, Dr. B.R. Ambedkar. Next one, dash is the fundamental law of the nation? Answer, Constitution. Fifth question, who used the term Dalit first? Answer, Jyotirao Phule. Next one, who is the founder of the self-respect movement? Answer, Periyar E.V. Ramasamy Naikar. Seventh question, what were the main objectives of the Indian National Congress? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ടു ദ അറ്റൻഷൻ ഓഫ് ബ്രിട്ടീഷ് അതോറിറ്റീസ്. നെക്സ്റ്റ് ഒരു പോയിന്റ് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് നാഷണലിസം എമംഗ് ദ പീപ്പിൾ ബിയോണ്ട് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് റീജിയണൽ തിങ്കിങ്. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 40 കിടക്കുന്നുണ്ട്. മുൻ വീഡിയോസിൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഐഡിയാസ് വിച്ച് ഇൻഫ്ലുവൻസ്ഡ് ദ ഫ്രെയിമിംഗ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 41 കുറച്ച് പോയിന്റ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഫ്രീഡം ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി, സിവിൽ റൈറ്റ്സ് മസ്റ്റ് ബി എൻഷുർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പഠിച്ചാൽ മതി. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ബിക്കെയിം ദ ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇവാലുവേറ്റ്. ഇതിൻ്റെ ആൻസർ മുൻ വീഡിയോയിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് തന്നിട്ടുണ്ട്. ചാപ്റ്റർ 3യിൽ നിങ്ങൾ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാകും, അത് നോക്കി പഠിക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935? ഇതിൻ്റെ ആൻസർ നമുക്ക് അറിയാം, ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ഇൻ 6 provinces, ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ അറ്റ് ദ സെൻറ്റർ, അങ്ങനെ കുറച്ച് പോയിന്റ്സുകളായിട്ട് പേജ് നമ്പർ 42 കിടക്കുന്നുണ്ട്, അത് റെഫർ ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? ആൻസർ പേജ് നമ്പർ 44 ഒരു 10 പോയിന്റ്സുകളായിട്ട് കിടക്കുന്നുണ്ട്. പാർലമെൻ്ററി ഡെമോക്രസി, പോപ്പുലർ സോവറിനിറ്റി, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറഞ്ഞതൊരു 6 പോയിന്റ്സ് എങ്കിലും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെയിം എനി 5 ലോസ് മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻസർ പേജ് നമ്പർ 46 കിടക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു 5 നിയമങ്ങളെങ്കിലും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 13, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി പോക്സോ ആക്ട് 2012. ഇതിൻ്റെ ആൻസർ തേർഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് തന്നിട്ടുണ്ട്, അത് നോക്കി പഠിക്കാനായിട്ട് നോക്കുക. 14, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 48 ഒരു ട്രീ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ്സ് എന്തായാലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മെൻറ്റ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ്? എന്താണ് അതിൻ്റെ ആൻസർ? ഇത്രയുള്ള ആൻസർ, പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ചേഞ്ചിങ് സോഷ്യൽ ഡിമാൻഡ്സ്. സോഷ്യൽ ഡിമാൻഡ്സ് ചേഞ്ച് ചെയ്യണതനുസരിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തുന്ന ഭേദഗതികളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് എന്ന് പറയുന്നത്. 16, വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ വേരിയസ് ചലഞ്ചസ് വൈൽ ഇംപ്ലിമെൻറ്റിംഗ് ലോസ്? ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്തായാലും പഠിച്ചിരിക്കണം. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 52 അതായത് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കിടക്കുന്നുണ്ട്. വാട്ട് ഈസ് മാർജിനലൈസേഷൻ ആൻഡ് വാട്ട് ആർ ദ റീസൺസ് ഫോർ മാർജിനലൈസേഷൻ ഇൻ സൊസൈറ്റി? ഇതിൻ്റെ ആൻസർ എന്താണ് മാർജിനലൈസേഷൻ എന്നതിൻ്റെ ആൻസർ പേജ് നമ്പർ 55 അതിൻ്റെ റീസൺസ് പേജ് നമ്പർ 56 ആയിട്ടാണ് കിടക്കുന്നത്. എന്താണ് മാർജിനലൈസേഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിങ് സം ഗ്രൂപ്പ്സ് ഫ്രം പ്ലേസസ് വെർ ദേ ഡിസേർവ് ഈക്വൽ കൺസിഡറേഷൻ. അതിൻ്റെ റീസൺസ് ആണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സച്ച് ആസ് ഫ്ലഡ്സ്, എർത്ത് ലാൻഡ് സ്ലൈഡ്സ്, സീ ഇറോഷൻ എക്സെട്ര. ആ 2 ക്വസ്റ്റ്യൻ ആൻസറും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് വൺ, പ്രിപ്പയർ എ നോട്ട് ഓൺ മഹാത്മാ അയ്യങ്കാളീസ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് കാസ്റ്റ് ബേസ്ഡ് മാർജിനലൈസേഷൻ.
ഇതിൻ്റെ ആൻസർ നമ്മൾ ചാപ്റ്റർ 4 ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ കറക്റ്റായിട്ട് ക്വസ്റ്റൻ ആൻസറായിട്ട് തന്നിട്ടുണ്ട്. അത് നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ഡസ് ദ ടേം ദളിത് റെഫർ ടു? റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ സോഷ്യൽ മാർജിനലൈസേഷൻ ഫേസ്ഡ് ബൈ ദളിറ്റ്സ്. ആരായിരുന്നു ദളിറ്റ്സ്? ഇറ്റ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ കമ്മ്യൂണിറ്റി സബ്ജക്റ്റഡ് ടു കാസ്റ്റ് ആൻഡ് റിലീജിയസ് എക്സ്പ്ലോയിറ്റേഷൻ. അവർ നേരിട്ട മാർജിനലൈസേഷൻ എങ്ങനെയായിരുന്നു? They had no rights to travel on vehicles, walk on public roads, wear good clothes and access education. They were deprived of the basic facilities, dignity, equality and freedom. ഇത്രയാണ് ഇതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ സോഷ്യൽ, ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ട്രൈബൽ പീപ്പിൾ. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 59 ഉള്ളത്. അത് ഇത്തിരി വലിയൊരു ക്വസ്റ്റ്യൻ ആൻസറായിട്ടാണ് അന്ന് തന്നത്. അത് നോക്കി നന്നായിട്ട് പഠിക്കുക. 21. വാട്ട് ഈസ് പാരാലിമ്പിക്സ്? എന്താണ് പാരാലിമ്പിക്സ്? ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ സ്പോർട്സ് കോമ്പറ്റീഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് അത്ലറ്റീസ് ബിഗാൻ ഇൻ 1948. നെക്സ്റ്റ് വൺ, വൈ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ? ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഡിസ്ക്രിമിനേഷൻ ഹിൻഡേഴ്സ് സോഷ്യൽ പ്രോഗ്രസ്, ക്രിയേറ്റ്സ് എക്കണോമിക് ഇൻഇക്വാളിറ്റി, ഡിനൈസ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പേഴ്സ് 64 ആൻഡ് 65 റെഫർ ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സോഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് കൺസിഡേഴ്സ് എവരി വൺ ഫോർ ആൻ ഐഡിയൽ സൊസൈറ്റി? ഇതും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ പേജ് നമ്പർ 65 അതായത് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കിടക്കുന്നുണ്ട്. മോർ പോളിസീസ് ഫോർ ഇക്വാളിറ്റി, മോർ ലോസ് ടു പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിൻറ്റ്സ് ആയിട്ട് കിടക്കുന്നുണ്ട്. അത് പഠിച്ചാൽ മതി. ലാസ്റ്റ് വൺ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ കോളം എയിൽ വരുന്നത് മാർജിനലൈസേഷൻ, സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. കോളം ബിയിൽ വരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, മഹാത്മാ അയ്യങ്കാളി, പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. കറക്റ്റായിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ ആൻസർ ഇങ്ങനെ വരും: മാർജിനലൈസേഷൻ മഹാത്മാ അയ്യങ്കാളി, സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഇത്രയുമാണ് 3rd and 4th ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ലാസ്റ്റ് എക്സാമാണ് സോഷ്യൽ. ഈ സാറ്റർഡേ ആൻഡ് സൺഡേ നന്നായിട്ട് അതിനെ വിനിയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.